Good afternoon. Good afternoon, ma'am. Good afternoon, ma'am. Good afternoon, ma'am. കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തൊക്കെ വായിച്ചു നോക്കിയിട്ടുണ്ടോ? Yes. വായിച്ചു നോക്കിയേ. വായിച്ചു നോക്കിയാ? ഓക്കെ. എന്താണ് റേഡിയോളജി? ശരത്തൊന്ന് പറഞ്ഞേ. റേഡിയോളജിനെ കുറിച്ച് നമ്മൾ എന്തൊക്കെയാ പഠിച്ചത്? ശരത്തൊന്ന് പറഞ്ഞേ. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ഉണ്ടായിരുന്നില്ല. റെക്കോർഡ് ക്ലാസ് കേട്ടോളാം. റെക്കോർഡ് ക്ലാസ് കേട്ടായിരുന്നോ? ഇല്ല, ഇന്ന് കേട്ടോളാം. ഓക്കെ. സൗമ്യ എന്ന് പറഞ്ഞേ. ആമിന ഉണ്ടോ? ആമിന ഉണ്ട് മിസ്. പറഞ്ഞേ മോളെ. റേഡിയോളജി എന്ന് പറയുന്നത് മെഡിസിന്റെ ഒരു ശാഖയാണ്. എക്സ്റേ, സ്കാൻ അതുപോലെയുള്ള ഇത് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് ആണ് റേഡിയോളജി എന്ന് പറയുന്നത്. ഇത് ഹോസ്പിറ്റലിന്റെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ്. എക്സ്റേ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? എക്സ്റേ സന്ധ്യ. എക്സ്റേ റാപ്പിഡ്, പെട്ടെന്ന് റിസൾട്ട് കിട്ടുന്നുണ്ട്. പെയിൻ ഫ്രീ ആണ്. പെയിൻ ഫ്രീ പ്രൊസീജിയർ ആണ് ഇതിൽ നടക്കുന്നത്. ബോൺസിനാണ് മെയിൻ ആയിട്ട് എക്സ്റേ നമ്മൾ എടുക്കുന്നത്. എന്താണ് അൾട്രാസൗണ്ട്? സുനിത, എന്താണ് അൾട്രാസൗണ്ട്? സുനിത എന്ന് പറഞ്ഞേ. സുനിത. ഫാത്തിമ എന്ന് പറഞ്ഞേ. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ കയറാൻ പറ്റിയില്ലായിരുന്നു. റെക്കോർഡ് ക്ലാസ് ഇന്ന് കേൾക്കണം. ആതിര എസ് എന്ന് പറഞ്ഞേ. ഹലോ മിസ്സേ, കേക്കാവോ? പറഞ്ഞോ. ഹൈ ഫ്രീക്വൻസി സൗണ്ട് വേവ്സ് വെച്ച് ഇമേജസ് എടുക്കുന്ന ടെക്നിക്കാണ്. നോൺ ഇൻവേസീവ് പ്രൊസീജിയർ ആണ്. പ്രത്യേകമായിട്ട് ആർക്കെടുക്കാം? മറ്റേ ഈ മദേഴ്സിനൊക്കെ. ഇനി എന്താണ് CT സ്കാൻ? കീർത്തന എന്ന് പറഞ്ഞേ. CT സ്കാനെ കുറിച്ച് നമ്മൾ എന്തൊക്കെയാ പഠിച്ചത്? CT സ്കാനിന്റെ ഫുൾ ഫോം ആണ് കമ്പ്യൂട്ടർ ടെക്നോളജി സ്കാന്. കമ്പ്യൂട്ടർ ടോമോഗ്രഫി. കമ്പ്യൂട്ടർ പ്രോസസ്ഡ് ഡാറ്റയാണ് ലഭിക്കുന്നത് ഇതിലൂടെ. എക്സ്റേയില് ഒരു ആംഗിളിൽ നിന്ന് മാത്രമേ നമുക്ക് വിഷ്വൽസ് ലഭിക്കുള്ളൂ. പക്ഷെ ഇതിൽ നിന്ന് 360 ഡിഗ്രിയിൽ നമുക്ക് വിഷ്വൽസ് ലഭിക്കും. പിന്നെ കൂടുതൽ ആഴത്തിൽ നമുക്ക് ഡയഗ്നോസിസ് ചെയ്യാൻ പറ്റും. പിന്നെ എക്സ്റേക്കാളും ഇച്ചിരി കോസ്റ്റ്ലി ആണ്. വെരി ഗുഡ്. MRI. അഞ്ജന. MRI. അഞ്ജന. ഹലോ. പറഞ്ഞോ. മാഗ്നറ്റിക് റിസോണന്റ് ഇമേജ് എന്നാണ് MRIന്റെ ഫുൾ ഫോം. സ്ട്രോങ് മാഗ്നറ്റിക് ഫീൽഡ് ആൻഡ് റേഡിയോ വേവ്സ് യൂസ് ചെയ്തിട്ടാണ് ഇതാക്കുന്നത്. ഇതിന് 3D ഇമേജ് ആയിരിക്കും ലഭിക്കുക. മുറിവുകളോ അങ്ങനത്തെ ഇതൊന്നും ഉണ്ടാകാണ്ട് പെയിൻ ഫ്രീ ആയിട്ട് ഉണ്ടാക്കുന്നത്.
നമ്മൾ എത്ര വരെ എടുത്തത്? ക്ലാസിഫിക്കേഷൻ ഓഫ് റേഡിയോളജിക്കൽ വർക്ക് അല്ലേ? അതായത് രണ്ടാമത്തെ അല്ലേ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്? സ്റ്റാർട്ട് ചെയ്യാം നമുക്ക് ക്ലാസ്. ഓക്കെ. ക്ലാസിഫിക്കേഷൻ ഓഫ് റേഡിയോളജിക്കൽ വർക്ക്. അതിനകത്ത് രണ്ടാമത്തെയാണ് ഇത് ഇന്റർവെൻഷണൽ റേഡിയോളജി. ഇന്റർവെൻഷണൽ റേഡിയോളജി എന്ന് പറഞ്ഞാൽ എന്താണ്? ചെറിയൊരു മുറിവിട്ടിട്ട് രോഗം ഡയഗ്നോസിസ് ചെയ്യുകയും ബെറ്റർ ട്രീറ്റ്മെന്റ് രോഗികൾക്ക് പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യുന്നു. അങ്ങനെയുള്ള പ്രൊസീജിയർ അല്ലെ, ഇന്റർവെൻഷണൽ റേഡിയോളജി പ്രൊസീജിയേഴ്സ് ആണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഏതൊക്കെയാണ്? 4 ഉണ്ട് അല്ലെ. ഇമേജിംഗ് ആൻഡ് ട്രീറ്റ്മെന്റ് ഓഫ് ബ്ലഡ് വെസൽസ്, ആൻജിയോഗ്രഫി എന്ന് പറയുന്നു. അതുപോലെ എന്താണ്? ബയോപ്സി പ്രൊസീജിയർ, കാർഡിയാക് കത്തീഡ്രൈസേഷൻ ആൻഡ് ആൻജിയോപ്ലാസ്റ്റി. അതിനകത്തെ ഫസ്റ്റ് നമ്മൾ പറഞ്ഞു അല്ലെ, ആൻജിയോഗ്രഫി എന്താണെന്ന് പറഞ്ഞു അല്ലെ. കൈകളിൽ മുറിവിട്ടിട്ട് കത്തീറ്റർ എന്ന് പറയുന്ന പ്ലാസ്റ്റിക് ടൈനി ട്യൂബ് കടത്തി വിട്ട് എന്ത് ചെയ്യുന്നു? രക്തക്കുഴലുകളില് അല്ലെങ്കിൽ രക്തധമനികളില് എന്ത് ഫാക്റ്റുകൾ അടിഞ്ഞുകൂടിയിട്ടുണ്ടോ, ബ്ലോക്കുകൾ ഉണ്ടോ എന്നൊക്കെ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കുന്നു. എന്തുവഴി? ആൻജിയോഗ്രഫി ചെയ്യുന്നതിലൂടെ. ഓക്കെ അല്ലെ? രണ്ടാമത്തെ പ്രൊസീജിയർ തൊട്ട് നമുക്ക് പഠിക്കണ്ടേ? ഫസ്റ്റില് ഇതൊന്നുമില്ലല്ലോ, ഡൗട്ട് ഒന്നുമില്ലല്ലോ പറഞ്ഞതില്? ഫസ്റ്റ് വരെ ഓക്കെ അല്ലേ? ഓക്കെ. ഇനി രണ്ടാമത്തെയാണ് ബയോപ്സി പ്രൊസീജിയർ. ഏത് ട്രീറ്റ്മെന്റ് ആണ്? എന്തിനാണ് ബയോപ്സി പ്രൊസീജിയർ ചെയ്യുന്നത്? ഏത് ട്രീറ്റ്മെന്റിനാണ് നമ്മൾ ചെയ്യുന്നത്? ക്യാൻസർ ട്രീറ്റ്മെന്റ് അല്ലെ? വെരി ഗുഡ്. ക്യാൻസർ ട്രീറ്റ്മെന്റിനാണ് ബയോപ്സി പ്രൊസീജിയർ നമ്മൾ ചെയ്യുന്നത്. നമ്മുടെ ശരീരത്തിൽ അല്ലെ, അല്ലെങ്കിൽ ഒരു ഹ്യൂമൻ ബോഡിയിൽ ഏതെങ്കിലും ഭാഗത്ത് മുഴകളൊക്കെ കണ്ടെത്തി കഴിഞ്ഞാൽ അതിൽ നിന്ന് എന്ത് ചെയ്യുന്നു? ദ്രവമോ ടിഷ്യൂസോ എടുത്തിട്ട് ടെസ്റ്റിങ്ങിന് വിധേയമാക്കുന്നു അല്ലെ, ടെസ്റ്റിംഗ് നടത്തുന്നു. അപ്പോ അത് മൈക്രോസ്കോപ്പിലൂടെ അവർ ടെസ്റ്റ് ചെയ്ത് ക്യാൻസർ സെൽസ് ആ ശരീരത്തിൽ ഉണ്ടോന്ന് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് ഈ ബയോപ്സി പ്രൊസീജിയറിലൂടെ സാധിക്കുന്നു. അപ്പൊ എന്താണ് ബയോപ്സി പ്രൊസീജിയർ ചെയ്യുന്നത്? എന്താണ് ബയോപ്സി പ്രൊസീജിയർ? എന്താണ് ബയോപ്സി പ്രൊസീജിയർ എന്ന് പറഞ്ഞാല് എന്താണ്? ഹ്യൂമൻ ബോഡിയിൽ എന്തെങ്കിലും മുഴകൾ കണ്ടെത്തി കഴിഞ്ഞാല് ആ മുഴകളിൽ നിന്ന് ദ്രവമോ അല്ലെങ്കിൽ ടിഷ്യൂസോ എടുത്തിട്ട് ടെസ്റ്റിന് അയക്കുന്നു. ഇത് ടെസ്റ്റ് നടത്തുന്നത് മൈക്രോസ്കോപ്പിലൂടെയാണ് ചെയ്യുന്നത്. ഈ ടെസ്റ്റ് വഴി ക്യാൻസർ സെൽസ് ആ ശരീരത്തിൽ ഉണ്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. അതുവഴി ബെറ്റർ ട്രീറ്റ്മെന്റ് ആ രോഗികൾക്ക് പ്രൊവൈഡ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ്? ക്യാൻസർ ഓൾറെഡി ഉള്ള ആളുടെ ശരീരത്തിൽ നിന്നും ഈ പ്രൊസീജിയർ ചെയ്യുന്നുണ്ട്. അതെന്തിനു വേണ്ടിയിട്ടാണ് ഇങ്ങനെയുള്ള ടെസ്റ്റുകൾ ചെയ്യുന്നത്? ക്യാൻസർ ഓൾറെഡി ഉള്ള ആൾക്കാരുടെ ശരീരത്തിൽ നിന്നും ദ്രവമോ കലകളോ എടുത്തിട്ട് എന്ത് ചെയ്യുന്നത്? മൈക്രോസ്കോപ്പിലൂടെ ടെസ്റ്റിന് വിധേയമാക്കുന്നുണ്ട്. ക്യാൻസർ ഉണ്ടെന്ന് ഒന്നും കൂടി ഉറപ്പിക്കാനായിട്ട് ഇതിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ. അപ്പൊ 2 തരത്തിലാണ് ബയോപ്സി പ്രൊസീജിയർ ചെയ്യുന്നത്. ഒന്നെന്താണ്? സ്റ്റേജസ് ആണ് പറയുന്നത്. ഇന്റർവെൻഷണൽ റേഡിയോളജിയുടെ രണ്ടാമത്തെ പ്രൊസീജിയറിനെ കുറിച്ചാണ് പറയുന്നത്. ക്ലിയർ ആവുന്നില്ല ഞാൻ പറയുന്നത്? ഓക്കെ ആണോ? ക്ലിയർ ആവുന്നുണ്ടോ? ഓക്കെ. അപ്പൊ എന്താണ്? ബയോപ്സി പ്രൊസീജിയർ ആണ് പറയുന്നത്. 2 തരത്തിൽ ചെയ്യുന്നുണ്ട്. ഒരു ഹ്യൂമൻ ബോഡിയിൽ എന്തെങ്കിലും മുഴകളൊക്കെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ടെസ്റ്റിന് വിധേയമാക്കുന്നുണ്ട്. അതുപോലെ തന്നെ ക്യാൻസർ ഉള്ള ആളുകളുടെ കലകളോ ദ്രവമോ എടുത്തിട്ട് ക്യാൻസർ ഉണ്ടെന്ന് ഒന്നുകൂടി ഉറപ്പിക്കാനായിട്ടും ഈ ടെസ്റ്റിന് ചെയ്യുന്നുണ്ട്, ഈ ടെസ്റ്റിന് വിധേയമാക്കുന്നുണ്ട്. ഓക്കെ. ബയോപ്സി പ്രൊസീജിയർ മനസ്സിലായില്ലേ? ഓക്കെ ആണോ? ഇനി പറയണോ മിസ്? ഡൗട്ട് എന്തെങ്കിലും? ഓക്കെ. ഇനി എന്താണ്? തേർഡ് പ്രൊസീജിയർ ആണ് പറയുന്നത്. ഇന്റർവെൻഷണൽ റേഡിയോളജിയുടെ പ്രൊസീജിയറുകളെ കുറിച്ചാണ് നമ്മൾ പറയുന്നത്. 4 തരത്തിൽ പറഞ്ഞു. 4 തരത്തിൽ ഏതൊക്കെയാണ്? ആൻജിയോഗ്രഫി, ബയോപ്സി പ്രൊസീജിയർ. ഇനി തേർഡ് വൺ ആണ് പറയുന്നത് കാർഡിയാക് കത്തീഡ്രൈസേഷൻ. എന്താണ് ആ പേര് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ എന്തുമായി ബന്ധപ്പെട്ടതാണ് കാർഡിയാക് കത്തീഡ്രൈസേഷൻ? ഹൃദയവുമായിട്ട് അല്ലെ, ഹാർട്ടുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പോ
ഈ ഹാർട്ടുമായിട്ട് ബന്ധപ്പെട്ട വിദഗ്ധനെ എന്തെന്നാ പറയാ നമ്മള്, ആ ഡോക്ടർ എന്തെന്നാ പറയാ നമ്മള്? കാർഡിയോളജിസ്റ്റ്. ഓർക്കാണ് പൂജ. അപ്പൊ എന്താണ്? കാർഡിയോളജിസ്റ്റ് ആണ് കാർഡിയാക് കത്തീഡ്രൈസേഷൻ പ്രൊസീജിയർ ചെയ്യുന്നത്. ഫസ്റ്റ് പോയിന്റ് ആണ് കേട്ടോ, നോട്ട് ചെയ്ത് വെക്കണേ. എന്താണ്? കാർഡിയോളജിസ്റ്റുകളാണ് കാർഡിയാക് കത്തീഡ്രൈസേഷൻ പ്രൊസീജിയർ ചെയ്യുന്നത്. ഇതെന്താണ്? ഹൃദയ സംബന്ധവുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളതാണ് അല്ലെ? ഹൃദയ സംബന്ധവുമായിട്ടുള്ള പ്രക്രിയ അല്ലെങ്കിൽ പ്രൊസീജിയർ ആണ് ഇതിലൂടെ ചെയ്യുന്നത്. ഓക്കെ, പിന്നെ എന്താണ് ഫസ്റ്റ് വൺ പോയിന്റ് എന്താണ് പറഞ്ഞത്? കാർഡിയോളജിസ്റ്റുകളാണ് ഈ പ്രൊസീജിയർ ചെയ്യുന്നത്. ഇതെന്താണ്? ഹൃദയവുമായിട്ട് റിലേറ്റ് ചെയ്തതാണ്. പിന്നെ ഏതെങ്കിലും ഒരു രോഗി വന്നു അല്ലെ ഹോസ്പിറ്റലിലേക്ക്, ഹൃദയ സംബന്ധമായിട്ടുള്ള ഒരു എന്തെങ്കിലും പ്രശ്നത്തിന് ഒരു രോഗി വന്നു, ആ രോഗിയുടെ എന്ത് ഫംഗ്ഷൻ ആയിരിക്കും? ഹൃദയത്തിന്റെ ഫംഗ്ഷൻ ആയിരിക്കും ചെക്ക് ചെയ്യുന്നത് അല്ലെ? ആ രോഗിക്ക് എന്താണ് ഹൃദയത്തിന്റെ ഫംഗ്ഷൻ കറക്റ്റ് ആയിട്ടാണോ നടക്കുന്നത്? അതിനെന്തെങ്കിലും വാൽവുകൾക്ക് എന്തെങ്കിലും ചുരുങ്ങിയിട്ടുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും ബ്ലോക്കുകൾ ഉണ്ടോ എന്നൊക്കെ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് ഈ കാർഡിയാക് കത്തീഡ്രൈസേഷൻ പ്രൊസീജിയർ വഴിയാണ് ചെയ്യുന്നത്. ഓക്കെ, ഒരു രോഗിയുടെ ഹൃദയ സംബന്ധമായ രോഗങ്ങൾ ചികിത്സിക്കുന്നതാണ്. അതെന്തെങ്കിലും ബ്ലോക്കുകൾ ഉണ്ടോ, ഹൃദയത്തിന്റെ വാൽവുകൾക്ക് എന്തെങ്കിലും കറക്റ്റ് രീതിയിലാണോ അതിന്റെ ഫംഗ്ഷൻ നടക്കുന്നത്, ബ്ലോക്കുകൾ ഉണ്ടോ, അതല്ലെങ്കിൽ എന്താണ് രക്തക്കുഴലുകൾ ചുരുങ്ങിയിട്ടുണ്ടോ, വികസിച്ചിട്ടുണ്ടോ എന്നൊക്കെ അറിയാനുള്ള ഒരു പ്രൊസീജിയർ ആണ് ഇതിലൂടെ നടക്കുന്നത്. പിന്നെന്താണ്? വാൽവുകൾ മാറ്റി വെക്കുന്നത് ഈ കാർഡിയാക് കത്തീഡ്രൈസേഷൻ വഴിയാണ്. ഓക്കെ, നോട്ട് ചെയ്ത് വെക്കണേ. വാൽവുകളൊക്കെ മാറ്റി വെക്കില്ലേ? വാൽവുകൾ മാറ്റി വെക്കുന്ന ശസ്ത്രക്രിയ എന്നൊക്കെ കേട്ടിട്ടില്ലേ? അപ്പൊ അതിനും ഈ പ്രൊസീജിയർ ആണ് ചെയ്യുന്നത്, കാർഡിയാക് കത്തീഡ്രൈസേഷൻ. അതുപോലെ സ്റ്റെന്റ് ഇടുന്നത് കേട്ടിട്ടില്ലേ? സ്റ്റെന്റ് ഇടുന്നത് പ്രൊസീജിയർ കേട്ടിട്ടുണ്ടോ? ആർക്കെങ്കിലൊക്കെ ചെയ്തിട്ടുണ്ടാവുമല്ലോ നിങ്ങളുടെ വീടുകളില് ചെയ്തിട്ടുണ്ടോ? സ്റ്റെന്റ് ഇട്ടിട്ട്. ഓക്കെ, അപ്പൊ എന്താണ്? അപ്പോ സ്റ്റെന്റ് ഇടുന്ന പ്രൊസീജിയറും ചെയ്യുന്നത് കാർഡിയാക് കത്തീഡ്രൈസേഷൻ വഴിയാണ്. ബ്ലോക്ക് ഒക്കെ മാറ്റാൻ വേണ്ടിയിട്ടാണ് സ്റ്റെന്റ് ഇടുന്നത്. ഓക്കെ, അത് പിന്നീട് ആൻജിയോപ്ലാസ്റ്റിയിൽ നമ്മൾ പറഞ്ഞു തരാം കേട്ടോ, ഇതിൽ പഠിക്കും നമ്മൾ. അപ്പോ കത്തീഡ്രൈസേഷൻ മനസ്സിലായല്ലോ. കാർഡിയാക് കത്തീഡ്രൈസേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൈകളിലൂടെ ഒരു ചെറിയ മുറിവിട്ട് കത്തീറ്റർ എന്ന് പറഞ്ഞ പ്ലാസ്റ്റിക് ടൈനി ട്യൂബ് കടത്തിവിടുന്നു. അതിലൂടെ രക്തധമനികളില് എന്തെങ്കിലും ബ്ലോക്കുകൾ ഉണ്ടോ, ചുരുങ്ങിയാണോ ഇരിക്കുന്നത്, കറക്റ്റ് ആണോ ഫംഗ്ഷൻ എന്നൊക്കെ അറിയാനായിട്ട് സാധിക്കുന്നു. ഓക്കെ, ഈ കത്തീറ്റർ കടത്തിവിട്ടിട്ടാണ് ഇതിന്റെ പ്രൊസീജിയർ ചെയ്യുന്നത് എന്ന് പറഞ്ഞില്ലേ മിസ്? അപ്പോ ഇതിനൊരു ലാബ് ഉണ്ട്. അങ്ങനെ കത്തീറ്റർ കടത്തിവിട്ട് ചെയ്യുന്ന പ്രൊസീജിയർ ചെയ്യുന്നതിനുള്ള അനിമിഷൻസ് ഒക്കെ വെച്ച് ക്രമീകരിച്ച് ചെയ്യുന്നതിനുള്ള ഒരു ലാബ് ഉണ്ട്. ആ ലാബിന്റെ പേര് ആർക്കെങ്കിലും അറിയോ? അറിയാൻ പറ്റും. കാത്ത് ലാബ്. വെരി ഗുഡ് പൂജ. കാത്ത് ലാബ് എന്നാണ് ചിലർക്കൊക്കെ അറിയാം. കാത്ത് ലാബ് എന്നാണ് പറയുന്നത്. CATH ലാബ് കേട്ടോ. അപ്പൊ എന്താണ്? ആ പ്രൊസീജിയർ ചെയ്യുന്ന ലാബിനെ പറയുന്നതാണ് കാത്ത് ലാബ്. അപ്പോ കാർഡിയാക് കത്തീഡ്രൈസേഷനിൽ നമ്മൾ എന്തൊക്കെയാണ് പഠിച്ചത്? ഹൃദയ കാർഡിയോളജിസ്റ്റുകളാണ് ഈ പ്രൊസീജിയർ ചെയ്യുന്നത്. ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾക്കാണ് ഈ കാർഡിയാക് കത്തീഡ്രൈസേഷൻ ചെയ്യുന്നത്. കത്തീറ്റർ കടത്തിവിട്ടിട്ടാണ് ഈ പ്രവർത്തനം ചെയ്യുന്നത്. പിന്നെന്താണ്? വാൽവ് ചുരുങ്ങി പോകുന്നത് അല്ലെങ്കിൽ വാൽവുകൾ മാറ്റിവെക്കുന്നതിനുള്ള പ്രൊസീജിയർ ചെയ്യുന്നത് കാർഡിയാക് കത്തീഡ്രൈസേഷൻ വഴിയാണ്. സ്റ്റെന്റ് പ്രക്രിയ അല്ലെങ്കിൽ സ്റ്റെന്റ് ഇടുന്ന പ്രൊസീജിയർ ചെയ്യുന്നതും ഈ കാർഡിയാക് കത്തീഡ്രൈസേഷൻ വഴിയാണ്. അതുപോലെ ഈ പ്രൊസീജിയർ ചെയ്യുന്ന ആ ലാബിനെ പറയുന്നതാണ് കാത്ത് ലാബ്. ക്ലിയർ ആണോ? കാർഡിയാക് കത്തീഡ്രൈസേഷൻ ക്ലിയർ ആണോ? ഓക്കെ, നെക്സ്റ്റ് പറയട്ടെ മിസ്. ആൻജിയോപ്ലാസ്റ്റി, ബലൂൺ ഡയലേഷൻ ഓഫ് ബ്ലഡ് വെസൽസ്. എന്താണ് ഈ ആൻജിയോപ്ലാസ്റ്റി ചെയ്യുന്നത്? എങ്ങനെയാണ്? ആൻജിയോഗ്രഫി വഴി എവിടെയാണോ എന്ത് ബ്ലോക്ക് കണ്ടുപിടിക്കും അല്ലെ? ഇമേജ് എടുക്കും. ഇമേജ് എടുത്ത് ഐഡന്റിഫൈ ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും? കത്തീറ്റർ കടത്തിവിടും അല്ലെ? കത്തീറ്റർ കടത്തിവിടുമ്പോ അതിന്റെ ടിപ്പിൽ, അതിന്റെ ടോപ്പിലായിട്ട് എന്തുണ്ടാവും?
നീഡിലും അതുപോലെ തന്നെ ബലൂണും ഘടിപ്പിച്ചിട്ടുണ്ടാകും. എന്താണ്? കത്തീറ്റർ കടത്തി വിടുമ്പോ അതിന്റെ മുകളിൽ അതിന്റെ ടിപ്പിലായിട്ട് ഒരു നീഡിൽ ഉണ്ടാവും. നീഡിൽ എന്ന് പറഞ്ഞാൽ അറിയില്ലേ? സൂചിയും ഉണ്ടാവും, അതുപോലെ തന്നെ ബലൂണും ഉണ്ടാവും. ഈ ബലൂണും ഘടിപ്പിച്ചിട്ടാണ് കത്തീറ്റർ ചെറിയൊരു മുറി വിട്ടിട്ട്, കൈകളിൽ ചെറിയൊരു മുറി വിട്ടിട്ട് ഇത് കടത്തി വിടുന്നത്. കടത്തി വിടുമ്പോ എന്താണ്? രക്തക്കുഴലുകളിലെ എവിടെയാണോ ബ്ലോക്ക് എന്ന് കണ്ടുപിടിക്കും. അങ്ങനെ ഐഡന്റിഫൈ ചെയ്തിട്ട് എന്ത് ചെയ്യും? ബ്ലോക്ക് ഉണ്ടാവുക. ബ്ലോക്ക് കണ്ടുപിടിക്കുമ്പോ ഈ ബലൂൺ എന്ത് ചെയ്യും? ആ ബ്ലോക്ക് ഉള്ള സ്ഥലത്ത് നിന്ന് വീർത്ത് തുടങ്ങും. ബ്ലോക്കുള്ള സ്ഥലത്തുമ്പോ അത് വീർക്കും, ഈ ബലൂൺ വീർക്കും. അപ്പൊ എന്ത് ചെയ്യും? ഈ ബ്ലോക്കുള്ള ഈ രക്തക്കുഴലിന്റെ ഭിത്തി എന്ത് ചെയ്യും? വീർക്കാൻ തുടങ്ങും. അപ്പൊ എന്ത് ചെയ്യും? ഈ സ്റ്റണ്ട് എന്ന് പറഞ്ഞ സാധനമില്ലേ, മെറ്റൽ എന്ന് പറഞ്ഞ ഒരു ട്യൂബാണ്. സ്റ്റണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മെറ്റൽ ട്യൂബാണ്. ഈ മെറ്റൽ ട്യൂബ് എന്ത് ചെയ്യും? ഈ ബലൂൺ വീർക്കുമ്പോ രക്തക്കുഴലുകളും തനിയെ ഇങ്ങനെ വീർത്ത് തുടങ്ങും. അപ്പോ ഈ സ്റ്റണ്ട് എന്ത് ചെയ്യും? അവിടെ ഇടും. അങ്ങനെ ഇട്ടിട്ട് രക്തത്തിന് കറക്റ്റ് ഫ്ലോയില് പാസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അങ്ങനെ ബ്ലോക്ക് ഒഴിവാക്കാനായിട്ട് തുടങ്ങും. ഓക്കെ, അതാണ് ആൻജിയോപ്ലാസ്റ്റിയിൽ നടക്കുന്ന പ്രവർത്തനം. അതാണ് ബലൂൺ ഡയലേഷൻ ഓഫ് ബ്ലഡ് വെസൽസ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ആൻജിയോപ്ലാസ്റ്റിയിൽ എങ്ങനെയാണ്? കത്തീറ്റർ അല്ലെ, കത്തീറ്റർ കടത്തി വിട്ടിട്ട് തന്നെയാണ് ഈ പ്രവർത്തനം അല്ലെങ്കിൽ ഈ പ്രൊസീജിയർ ചെയ്യുന്നത്. എന്തുണ്ടാവും? കത്തീറ്ററിന്റെ ടിപ്പിലായിട്ട് അല്ലെ, അല്ലെങ്കിൽ മുകളിലായിട്ട് പറഞ്ഞു തരാം കേട്ടോ. മുകളിലായിട്ട് എന്തുണ്ടാവും? ടിപ്പിൽ എന്തുണ്ടാവും? നീഡിലും ബലൂണും ഘടിപ്പിച്ചിട്ടുണ്ടാവും. അങ്ങനെ കത്തീറ്റർ കടത്തിവിടും. നീഡിലും ബലൂണും ഘടിപ്പിച്ച കത്തീറ്റർ എന്ത് ചെയ്യും? കൈകളിൽ ചെറിയ മുറിവുകൾ ഇട്ടിട്ട് കത്തീറ്റർ കടത്തിവിടുന്നു. കടത്തിവിടുമ്പോ ഇതെന്ത് ചെയ്യും? ബ്ലോക്ക് ഉണ്ടാവുമ്പോ എന്ത് ചെയ്യും? ഇത് ഐഡന്റിഫൈ ചെയ്യും അല്ലെ, ഇവിടെ ബ്ലോക്ക് ഉണ്ടെന്ന് ഐഡന്റിഫൈ ചെയ്തു. അങ്ങനെ ഐഡന്റിഫൈ ചെയ്യുമ്പോ ആ ഐഡന്റിഫൈ ചെയ്യുന്ന ടൈമിൽ എന്ത് ചെയ്യും? ബലൂൺ വീർക്കാൻ തുടങ്ങും. ഇങ്ങനെ വീർക്കുമ്പോ ബ്ലോക്ക് ഉണ്ടാവുന്ന ആ ഭിത്തിയിലെ രക്തക്കുഴലിന്റെ ഭിത്തിയിൽ തന്നെ ഇത് വീർക്കാൻ തുടങ്ങും. അങ്ങനെ വീർക്കുമ്പോ അവിടെ സ്റ്റണ്ട്, ആ മെറ്റൽ ട്യൂബ്, സ്റ്റണ്ട് എന്ന് പറഞ്ഞ ആ ട്യൂബ് എന്ത് ചെയ്യും? അവിടെ ഘടിപ്പിക്കും, അവിടെ ഇടുമ്പോ എന്താണ്? ബ്ലോക്ക് തന്നെ മാറുകയും രക്തത്തിന്റെ ഫ്ലോ കറക്റ്റ് രീതിയിൽ നടക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുകയും ചെയ്യുന്നു. അതാണ് ആൻജിയോപ്ലാസ്റ്റിയിലൂടെ ചെയ്യുന്നത്. അതാണ് ബലൂൺ ഡയലേഷൻ ഓഫ് ബ്ലഡ് വെസൽസ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ? ക്ലിയർ ആയോ നിങ്ങൾക്ക്? ഓക്കെ, ഇനി പറയാം റേഡിയേഷൻ ഓങ്കോളജി. Radiation oncology is used for performing radiation-based therapy on cancer patients. High energy radiation utilized in the treatment destroys cancer cells, prevents them from proliferating. Thus, this process can either regulate the problem or can cure it entirely. എന്താണ് പറയുന്നത്? റേഡിയേഷൻ ഓങ്കോളജി ചെയ്യുന്നത് ഏത് പേഷ്യൻസിനാണ്? ക്യാൻസർ പേഷ്യൻസ്. ഹൈ റേഡിയേഷൻ എനർജി ആണ് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. എന്തിനു വേണ്ടിയിട്ട്? ക്യാൻസർ സെൽസ് ഡിസ്ട്രോയ് ചെയ്യുന്നതിനും പിന്നെ അതുപോലെ തന്നെ പ്രോലിഫറേറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? പ്രോലിഫറേറ്റിംഗ് എന്തായിരിക്കും മീനിങ്? എല്ലാവർക്കും ഗ്രോത്ത് അല്ലെ, വ്യാപനം. ഓക്കെ, വ്യാപനം. പ്രോലിഫറേറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വ്യാപനം. അപ്പോ അവിടെ ഹൈ റേഡിയേഷൻ എനർജി അല്ലെ, ഹൈ എനർജി റേഡിയേഷൻ ആണ് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. അങ്ങനെ പ്രൊവൈഡ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ക്യാൻസർ സെൽസ് ഡിസ്ട്രോയ് ചെയ്യുന്നതിനും അല്ലെങ്കിൽ അതിന്റെ വ്യാപനം പ്രിവെന്റ് ചെയ്യുന്നതിനും തടയുന്നതിനും വേണ്ടിയിട്ടാണ്. അങ്ങനെ ഈ പ്രോസസ്സ് ചെയ്യുന്നതിലൂടെ ഒന്നല്ലെങ്കിൽ ആ പ്രോബ്ലം തടയാനായിട്ടും അല്ലെങ്കിൽ അത് പൂർണ്ണമായിട്ട് സുഖപ്പെടുത്താനായിട്ടും സാധിക്കുന്നു. അപ്പൊ എന്താണ് റേഡിയേഷൻ ഓങ്കോളജിയിൽ പറയുന്നത്? മെയിൻ ആയിട്ട് ഈ റേഡിയേഷൻ ചെയ്യുന്നത് ആർക്ക് വേണ്ടിയിട്ടാണ്? ക്യാൻസർ പേഷ്യന്റിന് വേണ്ടിയിട്ടാണ് ഈ റേഡിയേഷൻ കൊടുക്കുന്നതിലൂടെ അല്ലെ. ഹൈ എനർജി റേഡിയേഷൻ ആണ് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ ഹൈ എനർജി റേഡിയേഷൻ പ്രൊവൈഡ് ചെയ്യുമ്പോൾ ക്യാൻസർ സെൽസ് അവിടെ എന്ത് ചെയ്യുന്നു? ഡിസ്ട്രോയ് ആവുകയും
അല്ലെ നശിപ്പിക്കപ്പെടുകയും അല്ലെങ്കിൽ അതിനെ വ്യാപിക്കുന്നത് തടയാനായിട്ടും ഹെൽപ്പ് ചെയ്യുന്നു. ഓക്കെ, റേഡിയേഷൻ ഓങ്കോളജി മനസ്സിലായില്ലേ? ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ? ഓക്കെ, ഓക്കെ. ആൻജിയോപ്ലാസ്റ്റിയിൽ ഒരു കാര്യം കൂടി മിസ് പറയാനായിട്ട് മറന്നുപോയിട്ടാ, മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ആൻജിയോപ്ലാസ്റ്റിയിൽ 3 ബ്ലോക്ക് വരെ ഇങ്ങനെ ഈ ബലൂൺ സ്റ്റണ്ട് ഇട്ടിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. 4ാമത്തെ ബ്ലോക്ക് ഉണ്ടെങ്കിൽ ഓപ്പൺ സർജറി ചെയ്ത് തന്നെ അത് മാറ്റണം. ബൈപ്പാസ് സർജറി എന്നൊക്കെ കേട്ടിട്ടില്ലേ? ആ സർജറിയിലൂടെയാണ് 4ാമത്തെ ബ്ലോക്ക് ഉണ്ടെങ്കിൽ അത് മാറ്റുന്നത് കേട്ടോ. അതൊന്നും കൂടി നോട്ട് ചെയ്ത് വെച്ചോട്ടോ. നെക്സ്റ്റ് ടോപ്പിക് പറഞ്ഞോട്ടെ സർ. ലൊക്കേഷൻ ഒന്ന് വായിച്ചു നോക്കിയേ, മനസ്സിലാവുണ്ടോ നോക്കിയേ ലൊക്കേഷൻ വായിച്ചിട്ട്. വായിച്ചോ ലൊക്കേഷൻ? റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിൽ ലൊക്കേഷൻ എങ്ങനെയായിരിക്കണം എന്നാണ് അതിലൂടെ പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? എന്തെങ്കിലും മനസ്സിലായോ? സൗമ്യ എന്ന് പറഞ്ഞേ, എന്താണ് മനസ്സിലായെന്നുള്ളത്? സൗമ്യ മാത്രം. ഓക്കെ, പറഞ്ഞോ. ഇത് ഗ്രൗണ്ട് ഫ്ലോറിലായിരിക്കണം എപ്പോഴും ഈ ഡിപ്പാർട്ട്മെന്റ്സ് ഇരിക്കേണ്ടത്. പിന്നെ CT സ്കാൻ MRI സ്കാൻ ഒക്കെ വയ്ക്കാൻ പാകത്തിനുള്ള ഗ്രൗണ്ട് ഫ്ലോറിൽ. പിന്നെ ഏത് പേഷ്യൻസിനും, അത് നടന്നു വരാൻ പറ്റുന്ന പേഷ്യൻസ് ആയാലും എമർജൻസി ആയിട്ടുള്ള പേഷ്യൻസിനായാലും പെട്ടെന്ന് എത്തിപ്പെടാൻ പറ്റുന്ന സ്ഥലങ്ങളിലായിരിക്കണം. പിന്നെ ഔട്ട് പേഷ്യൻസിനാണെങ്കിലും ഇൻ പേഷ്യൻസിന് എമർജൻസി എവിടെ നിന്നാണെങ്കിലും എത്താൻ പാകത്തിനുള്ള സ്ഥലത്തായിരിക്കണം. മറ്റ് ഡിപ്പാർട്ട്മെന്റ്സിന്റെ ഇടയിലായിട്ട് ഇറ്റ് ഷുഡ് നോട്ട് ബി പുട്ട് ഓൺ ബിറ്റ്വീൻ അതർ ഡിപ്പാർട്ട്മെന്റ്സ്. മറ്റ് ഡിപ്പാർട്ട്മെന്റ്സിന്റെ ഇടയിൽ ആവരുത്. അത് അവിടുത്തെ ഇത് ഒഴിവാക്കാൻ വേണ്ടി, ബിസി ആവാതിരിക്കാൻ വേണ്ടി, പെട്ടെന്ന് എത്താൻ പാകത്തിന് ഒഴിവാക്കാൻ വേണ്ടിയിട്ട്. We should have some room for ഇത് നമുക്ക് എക്സ്പാൻഡ് ചെയ്യാൻ പാകത്തിനുള്ള റൂം ആയിരിക്കണം. എന്നുവെച്ചാൽ കൂടുതൽ എക്യുപ്മെന്റ്സ് വെക്കണമെങ്കിലും ആക്കാൻ പാകത്തിനുള്ളത്. ഫ്ലെക്സിബിലിറ്റി ഇത് എപ്പോഴും എക്സ്പാൻഡ് ചെയ്യാൻ പാകത്തിനും അപ്ഗ്രേഡ് ചെയ്യാൻ പാകത്തിനും അങ്ങനെയുള്ള എല്ലാം ആയിരിക്കണം എന്ന് ഈ ഡിപ്പാർട്ട്മെന്റ്സ് എല്ലാം. നമുക്ക് നോക്കാം ലൊക്കേഷൻ എങ്ങനെയായിരിക്കണം എന്നുള്ളത്. റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിന്റെ ലൊക്കേഷൻ എങ്ങനെയായിരിക്കണം എന്നാണ് ഈ ലൊക്കേഷനിലുള്ള പോയിന്റുകളിലൂടെ നമ്മളോട് പറയുന്നത്. ഫസ്റ്റ് പോയിന്റ് നോക്കാം. ഐഡിയലി ഓൺ ദ ഗ്രൗണ്ട് ഫ്ലോർ അല്ലെ? എന്താണ്? ഗ്രൗണ്ട് ഫ്ലോറിലായിരിക്കണം അതിന്റെ ലൊക്കേഷൻ എന്ന് പറയുന്നത് അല്ലെ? ഗ്രൗണ്ട് ഫ്ലോർ എന്ന് പറഞ്ഞാൽ അറിയില്ലേ നിങ്ങൾക്ക്? ഗ്രൗണ്ട് ഫ്ലോർ എന്താ? ഗ്രൗണ്ട് ഫ്ലോർ? താഴെ അല്ലെ? ഏറ്റവും താഴെയുള്ള ഫ്ലോറിനെയാണ് നമ്മൾ പറയുന്നത് ഗ്രൗണ്ട് ഫ്ലോർ എന്ന്. ഗ്രൗണ്ട് ഫ്ലോർ ഈസ് എ ഒപ്റ്റിമൽ ലൊക്കേഷൻ ഓഫ് sophisticated equipments like CT and MRI scanners. എന്താണ് sophisticated? സങ്കീർണമായ.
അറിയാത്തവർ എഴുതി വെക്കണേ. സൊഫിസ്റ്റിക്കേറ്റഡ് മീനിങ് സങ്കീർണമായ. അപ്പൊ എന്താണ് സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സ് അല്ലെ? ആ സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? CT, MRI സ്കാനുകളാണ്. ഇവരൊക്കെ സങ്കീർണമായ എക്യുപ്മെന്റ്സ് ആണ് ഈ CT യും MRI സ്കാനുകളും. ഇത് എവിടെയായിരിക്കണം ലൊക്കേറ്റ് ചെയ്യേണ്ടതെന്നാണ്? ഒപ്റ്റിമൽ പ്ലേസ് അല്ലെ? ഇതിന് ലൊക്കേറ്റ് ചെയ്യേണ്ട ഒപ്റ്റിമൽ പ്ലേസ് അല്ലെങ്കിൽ അത് സ്ഥാപിക്കേണ്ട ഒപ്റ്റിമൽ ആയിട്ടുള്ള ലൊക്കേഷൻ എന്ന് പറയുന്നത് എവിടെയായിരിക്കണം? ഗ്രൗണ്ട് ഫ്ലോറിലായിരിക്കണം എന്നാണ് പറയുന്നത്. The department not only cares for walking in patient but also emergency patient who may be unable to walk or who require rapid scan to make a diagnosis. എന്താണ് പറയുന്നത്? ചിലവിടത്ത് എമർജൻസി പേഷ്യൻസ് ഉണ്ടാവും അല്ലെ? അല്ലെങ്കിൽ എന്താണ് നടക്കാൻ പറ്റിയ പേഷ്യൻസ് ഉണ്ടാവും, എമർജൻസി ആയിട്ടുള്ള പേഷ്യൻസ് അല്ലെ? എമർജൻസി പേഷ്യൻസിന് ഉദാഹരണം ഏതൊക്കെയായിരിക്കും? കിടപ്പ് രോഗികൾ അല്ലെ? സ്ട്രക്ചറിലൊക്കെ കിടക്കുന്ന രോഗികൾ അല്ലെങ്കിൽ വികലാംഗർ, അങ്ങനത്തെ ഉള്ള എമർജൻസി പേഷ്യൻസുകൾ ഉണ്ടാവും അല്ലെ? നടക്കാൻ പറ്റാത്ത ആൾക്കാര്. അപ്പോ നടക്കുന്ന രോഗികളെയും അല്ലെങ്കിൽ വാക്കിംഗ് ഇൻ പേഷ്യന്റെയും നടന്നു പോകാൻ പറ്റിയിട്ടുള്ള ആക്സിഡന്റ് കേസ് അല്ലെ, എമർജൻസി കേസ്, അങ്ങനെയുള്ള ആൾക്കാരെയും ചിലപ്പോ അവർക്കും സ്കാൻ ചെയ്യേണ്ട ആവശ്യം വരും അല്ലെ? ആ ടൈമില് അവരെയും കൂടെ കൺസിഡർ ചെയ്യണമെന്നാണ് പറയുന്നത്. അപ്പൊ നടന്നുകൊണ്ട് പോകുന്ന രോഗികളെയും അതുപോലെ തന്നെ എമർജൻസി പേഷ്യൻസിനെയും കൺസിഡർ ചെയ്തുകൊണ്ട് വേണം എന്ത് വെക്കാനായിട്ട്? റേഡിയോളജി ഡിപ്പാർട്ട്മെന്റുകൾ സ്ഥാപിക്കാനായിട്ട്. അപ്പൊ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് എന്താണ്? ഗ്രൗണ്ട് ഫ്ലോറിലായിരിക്കണം. പിന്നെ സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സ് വെക്കാനായിട്ടുള്ള ഒപ്റ്റിമം ലൊക്കേഷൻ എന്ന് പറയുന്നത് ഗ്രൗണ്ട് ഫ്ലോർ തന്നെയാണ്. അതുപോലെ തന്നെ കിടപ്പ് രോഗികളെയും നടക്കുന്ന രോഗികളെയും നമ്മൾ എന്ത് ചെയ്യണം? കൺസിഡർ ചെയ്യണം. അങ്ങനെ അവരെ കൺസിഡർ ചെയ്തിട്ട് വേണം റേഡിയോളജി ഡിപ്പാർട്ട്മെന്റുകൾ സ്ഥാപിക്കാനായിട്ട്. അവർക്ക് പെട്ടെന്ന് എത്തിച്ചേരാൻ പറ്റുന്ന ഇടത്തായിരിക്കണം റേഡിയോളജി ഡിപ്പാർട്ട്മെന്റുകൾ വെക്കേണ്ടത്. Should be easily reachable to OPD patient. എന്താ OPD patients? പഠിച്ചിട്ടുള്ളതാണ്. OPD patients എന്താണ്? ഔട്ട് പേഷ്യന്റ്. അതുപോലെ OP പേഷ്യൻസിനെയും ഇൻപേഷ്യൻസിനെയും എമർജൻസി ഡിപ്പാർട്ട്മെന്റിനും പെട്ടെന്ന് റീച്ചബിൾ ആയിട്ടുള്ള സ്ഥലത്ത് വേണം അല്ലെ? ഇവർക്ക് 3 പേർക്കും പെട്ടെന്ന് എത്തിച്ചേരാൻ പറ്റിയിട്ടുള്ള സ്ഥലത്ത് വേണം സ്ഥാപിക്കാനായിട്ട്? റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ് സ്ഥാപിക്കാനായിട്ട്. It should not be put between another department. എന്താണ്? മറ്റ് ഡിപ്പാർട്ട്മെന്റുകളുടെ ഇടയിൽ കൊണ്ടേ വെക്കാൻ പാടില്ല. ഏത് ഡിപ്പാർട്ട്മെന്റ്? റേഡിയോളജി ഡിപ്പാർട്ട്മെന്റ്. എന്താണ് കാരണം? അങ്ങനെ പറയാനായിട്ട്? മറ്റു ഡിപ്പാർട്ട്മെന്റുകളുടെ ഇടയിൽ കൊണ്ടേ വെക്കാൻ പാടില്ല എന്ന് പറയാൻ കാരണം എന്തായിരിക്കാം? റേഡിയേഷൻ അല്ലെ? റേഡിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? മറ്റുള്ളവർക്കും കൂടി ഈ റേഡിയേഷനുകൾ ബാധിക്കുന്നത് കാരണമാണ് അങ്ങനെ പറയാൻ കാരണം. ഓക്കെ, മനസ്സിലായോ എന്താ പറയാൻ കാരണം? മറ്റുള്ള പേഷ്യൻസ് വർക്കേഴ്സ് ഉണ്ടാവും, അതുപോലെ പേഷ്യൻസ് ഉണ്ടാവും അല്ലെ മറ്റു ഡിപ്പാർട്ട്മെന്റുകളിലൊക്കെ. അപ്പൊ അവർക്ക് കൂടി ഈ റേഡിയേഷൻ ബാധിക്കാതിരിക്കാൻ കുറെ ഹെൽത്ത് പ്രോബ്ലംസ് ഒക്കെ വരും. ഇതുകൊണ്ട് റേഡിയേഷൻ ബാധിക്കുന്നത് കൊണ്ട് അത് ആവാതിരിക്കാൻ, അത് തടയാനായിട്ടാണ് ഇങ്ങനെ പറയുന്നത്. മറ്റു ഡിപ്പാർട്ട്മെന്റുകളുടെ ഇടയില് ഈ ഡിപ്പാർട്ട്മെന്റ് വെക്കാനായിട്ട് പാടില്ല എന്ന് പറയാൻ കാരണം. It should have some room for expansion at the later date. എന്താണ്? ഭാവിയില് ഈ ഡിപ്പാർട്ട്മെന്റ് എക്സ്പാൻഷൻ അല്ലെ, വിപുലീകരിക്കാൻ അല്ലെങ്കിൽ അത് ഒന്നുകൂടി വികസിപ്പിക്കണം എന്ന് തോന്നുകയാണെങ്കിൽ അതിനുള്ള ഏരിയാസ് അല്ലെങ്കിൽ റൂംസും അവിടെ എന്ത് ചെയ്തിരിക്കണം? അവിടെ ഉണ്ടായിരിക്കണം. ഓക്കെ, ഭാവിയില് എന്തെങ്കിലും ഇപ്പോ ഈ എക്യുപ്മെന്റ്സ് ആയാലും മെഷീൻസിനായാലും എന്തെങ്കിലും വിപുലീകരണം ഒക്കെ വന്നാല്, എക്സ്പാൻഷൻ വന്നാല് അത് സ്ഥാപിക്കാനായിട്ടുള്ള ഏരിയാസും ആ ഡിപ്പാർട്ട്മെന്റില് ഉണ്ടായിരിക്കണം. അതിനോടനുബന്ധിച്ച് തന്നെയാണ് ലാസ്റ്റ് പോയിന്റ് കേട്ടോ. ഫ്ലെക്സിബിലിറ്റി എന്തായിരിക്കും? ഫ്ലെക്സിബിലിറ്റി മീൻസ് എന്താ? ഫ്ലെക്സിബിലിറ്റി അയവുള്ളത് അല്ലെങ്കിൽ വഴക്കം, വഴങ്ങുക.
വഴക്കം എന്നൊക്കെ പറയാം കേട്ടോ. പിന്നെ എക്സ്പാൻഡബിലിറ്റി എന്താ? നിങ്ങൾക്ക് ഞാൻ പറയുന്നത് ക്ലിയർ ആവുന്നില്ലേ മക്കളെ? ചിലവർക്ക് കേൾക്കുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്, നെറ്റിന്റെ പ്രോബ്ലം ആയിരിക്കും അല്ലെ അവരുടെ. ക്ലിയർ അല്ലേ ഞാൻ പറയുന്നത്? സൗണ്ട് ക്ലിയർ ആണോ എന്റെ? ഓക്കെ. എക്സ്പാൻഡബിലിറ്റി എന്തായിരിക്കാം? എക്സ്പാൻഡബിലിറ്റി വിപുലീകരണം. എക്സ്പാൻഡബിലിറ്റി എന്ന് പറഞ്ഞാല് വിപുലീകരണം. എന്തായിരിക്കാം? അപ്ഗ്രേഡബിലിറ്റി നവീകരണം. അപ്പൊ എന്താണ്? ഫ്ലെക്സിബിലിറ്റി, എക്സ്പാൻഡബിലിറ്റി ആൻഡ് അപ്ഗ്രേഡബിലിറ്റി റിക്വയർ ടു ടേക്കൺ ഇൻ ടു അക്കൗണ്ട് വൈൽ സിറ്റിംഗ് ദ ഡിപ്പാർട്ട്മെന്റ് അല്ലെ. അപ്പോ പുതിയ ഇത് നവീകരിക്കുന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ അത് ഒന്നുകൂടി വലുതാക്കണം എന്നുണ്ടെങ്കിലും എന്താണ് അതിനുള്ള തരത്തില് ആദ്യം ചെയ്യുമ്പോ അല്ലെങ്കിൽ ആദ്യം സെറ്റ് ചെയ്യുമ്പോ അങ്ങനെ വിപുലമാക്കണം എന്നുള്ള ഏരിയാസ് അവിടെ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. മനസ്സിലായോ നിങ്ങൾക്ക്? ഫസ്റ്റ് ലാസ്റ്റ് സെക്കൻഡ് പോയിന്റുകളില്ലേ സെയിം തന്നെയാണ് കേട്ടോ. സെയിം അർത്ഥങ്ങൾ തന്നെയാണ് വരുന്നത്. എന്താണ്? ഇപ്പോ ഈ ഏരിയ വലുതാക്കണം എന്നുണ്ടെങ്കിലും അതിന് തക്കതായ സ്പേസ് ഇട്ടിട്ട് വേണം ആ ഡിപ്പാർട്ട്മെന്റ് സ്ഥാപിക്കാൻ. മനസ്സിലായോ? ലാസ്റ്റ് പോയിന്റ് മനസ്സിലായോ? അപ്പോ വിപുലീകരിക്കണം എന്നുണ്ടെങ്കിലും നവീകരിക്കണം എന്നുണ്ടെങ്കിലും അതിന് ഉള്ള സ്പേസ് അവിടെ ഇട്ടിട്ട് വേണം ആദ്യമേ അത് ആ ഡിപ്പാർട്ട്മെന്റ് സ്ഥാപിക്കാനായിട്ട്. അതിനുള്ള സ്പേസ് അവിടെ ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. ഓക്കെ ഓക്കെ ആണോ? ഓക്കെ. ഇപ്പൊ ഫസ്റ്റ് ലൊക്കേഷനിൽ പറഞ്ഞത് ഏതൊക്കെയാണ്? ഗ്രൗണ്ട് ഫ്ലോറിലായിരിക്കണം. അതുപോലെ തന്നെ സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സ് സ്ഥാപിക്കാനായിട്ട് ഒപ്റ്റിമൽ ലൊക്കേഷൻ എന്ന് പറയുന്നത് ഗ്രൗണ്ട് ഫ്ലോർ തന്നെയാണ്. പിന്നെ എന്താണ്? എമർജൻസി പേഷ്യൻസിനെയും അതുപോലെ തന്നെ വാക്കിംഗ് പേഷ്യൻസിനെയും നമ്മൾ കൺസിഡർ ചെയ്യണം. പിന്നെന്താണ്? OP പേഷ്യൻസ്, ഇൻപേഷ്യൻസ്, അതുപോലെ തന്നെ എമർജൻസി ഡിപ്പാർട്ട്മെന്റിനും എപ്പോഴും റീച്ച് ചെയ്യാനായിട്ട് എത്തിച്ചേരാൻ പറ്റുന്ന ഈസിലി റീച്ചബിൾ ആയിട്ടുള്ള പ്ലേസിലായിരിക്കണം ഈ ഡിപ്പാർട്ട്മെന്റ് വെക്കേണ്ടത്. അതുപോലെ തന്നെ മറ്റു ഡിപ്പാർട്ട്മെന്റുകളുടെ ഇടയിൽ കൊണ്ട് വെക്കാനായിട്ട് പാടില്ല. കാരണം റേഡിയേഷൻ മറ്റുള്ളവരിലേക്കും ബാധിക്കുന്നത് കൊണ്ടാണ്. പിന്നെന്താണ്? ഭാവിയിൽ എന്തെങ്കിലും എക്സ്പാൻഷൻ ഒക്കെ വരുത്തേണ്ടതുണ്ടെങ്കിൽ ഈ ഡിപ്പാർട്ട്മെന്റ് സ്ഥാപിക്കുമ്പോൾ അതിനുള്ള സ്പേസ് ഏരിയ അല്ലെങ്കിൽ റൂമൊക്കെ അവിടെ അത്രയും വലുതായിരിക്കണം. ഓക്കെ, അതിനുള്ള സ്പേസ് അവിടെ ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ എക്സ്പാൻഡബിലിറ്റി, അപ്ഗ്രേഡബിലിറ്റി, കൂടുതൽ നവീകരണങ്ങളൊക്കെ ഉണ്ടാവുമ്പോൾ ഈ ഡിപ്പാർട്ട്മെന്റ് സെറ്റ് ചെയ്യുമ്പോൾ തന്നെ അതിനുള്ള സംവിധാനങ്ങളും ഉണ്ടാക്കണം എന്നാണ് പറയുന്നത്. ഓക്കെ അല്ലേ? ലൊക്കേഷൻ മനസ്സിലായില്ലേ? ഓക്കെ. ഇനി എന്താണ്? ഫിസിക്കൽ ഫെസിലിറ്റീസ് ആൻഡ് സ്പേസ് നെസസിറ്റീസ്. ഇതാണ് ഭൗതികമായിട്ടുള്ള സൗകര്യങ്ങളും അതുപോലെ തന്നെ സ്ഥല ആവശ്യങ്ങളും അല്ലെ. അതിനകത്ത് 4 പോയിന്റുകളാണ് കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് പോയിന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? റിസപ്ഷൻ, കൺട്രോൾ ആൻഡ് രജിസ്ട്രേഷൻ ഏരിയ അല്ലെ. ഇപ്പൊ നമ്മ എവിടെ ചെന്നാലും ഒരു രജിസ്ട്രേഷൻ ഏരിയ ഉണ്ടാവില്ലേ? അപ്പൊ ഫസ്റ്റ് നമ്മൾ ഹോസ്പിറ്റലിൽ കാണിക്കാൻ പറ്റുന്നെങ്കിൽ നമ്മൾ പേര് കാർഡ് എടുക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മുടെ പേര് എഴുതി കൊടുക്കണം, അല്ലെങ്കിൽ അഡ്രസ്, കാര്യങ്ങൾ, ഏജ് അല്ലെ, ഇതൊക്കെ എഴുതി കൊടുക്കണ്ടേ? അപ്പൊ രജിസ്ട്രേഷൻ ഏരിയ അല്ലെ. അപ്പോ ഫസ്റ്റ് റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിൽ എന്തുണ്ടാവണം എന്നാണ് പറയുന്നത്? ഏരിയാസ് അല്ലെ, രജിസ്ട്രേഷൻ ഏരിയ ഉണ്ടാവണം. അതുപോലെ തന്നെ റിസപ്ഷനും ഉണ്ടായിരിക്കണം. അപ്പൊ നമ്മള് ഒരു രോഗി അവിടെ രജിസ്ട്രേഷൻ ഏരിയയിൽ ചെല്ലുമ്പോ അവിടുത്തെ വർക്കേഴ്സ് എന്ത് ചെയ്യും? ഡോക്ടർ, ഏത് ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ ആണ് കൊണ്ടുവന്നിരിക്കുന്നത്? ഈ രോഗിക്ക് എന്താണ് ചെയ്യേണ്ടത്? സ്കാൻ ആണോ എക്സ്റേ ആണോ നടത്തേണ്ടത്? പിന്നെന്താ? രോഗിയുടെ പേരെന്താണ്? അഡ്രസ് എന്താണ്? അതുപോലെ തന്നെ ഏത് രോഗിയാണ് ഫസ്റ്റ് വന്നിരിക്കുന്നത്? അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും? അവിടെ രജിസ്റ്ററിൽ എഴുതി വെക്കുമോ അല്ലെ അവര്. എന്നിട്ട് പറയും അവിടെ പോയിരുന്നോ, അവിടെ വെയിറ്റ് ചെയ്യും, ഞാൻ വിളിക്കാം, സമയമാകുമ്പോ വിളിക്കാന്ന് പറയും അല്ലെ. അങ്ങനെയല്ലേ ചെയ്യാറ്? നിങ്ങൾ സ്കാനൊക്കെ എടുക്കാൻ പോയിട്ടുണ്ടോ? അങ്ങനെയല്ലേ ചെയ്യാറ് അവര്? ആണോ? ഓക്കെ. അപ്പൊ എന്താണ്? ഫസ്റ്റ് തന്നെ ഒരു രജിസ്ട്രേഷൻ ഏരിയ ഉണ്ടാവും. അവിടെ പോയിട്ട് എന്ത് ചെയ്യും? നമ്മുടെ പേര് കാര്യങ്ങളൊക്കെ കൊടുക്കും. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്യും? അവർ പറയും അവിടെ വെയിറ്റ് ചെയ്തോ. അപ്പൊ പറയും
പേഷ്യൻസ് വെയിറ്റിംഗ് റൂം വേണം അല്ലെ, പേഷ്യന്റിന് വെയിറ്റിംഗ് റൂം വേണം. അതുപോലെ തന്നെ എന്തുണ്ട്, സെക്രട്ടറി ആൻഡ് ക്ലർക്ക് ഏരിയ ഫോർ കളക്ടിങ് സെപ്പറേറ്റിംഗ് റിപ്പോർട്ട്സ് അല്ലെ. എന്താണ്, ഒരു ക്ലർക്ക് ഏരിയ അല്ലെങ്കിൽ ഒരു സെക്രട്ടറി ഏരിയ ഉണ്ടാവും. എന്തിനു വേണ്ടിയിട്ട്? കളക്ടിങ് ആൻഡ് സെപ്പറേറ്റിംഗ് റിപ്പോർട്ട്സ് അല്ലെ. എല്ലാ റിപ്പോർട്ടുകളും കളക്ട് ചെയ്തിട്ട് അത് ഓരോന്നും സെപ്പറേറ്റ് ചെയ്ത് വെക്കാനായിട്ടുള്ള ഒരു ഏരിയ, ക്ലർക്ക് ഏരിയ അല്ലെങ്കിൽ സെക്രട്ടറി ഏരിയ എന്ന് പറഞ്ഞിട്ട് ഒരു റൂം ഉണ്ടാവും. പിന്നെന്താണ്, റേഡിയോളജിസ്റ്റ് ഓഫീസ് handily located close by the X-ray rooms should have provision for viewing and charting films. എന്താണ്, റേഡിയോളജിസ്റ്റുകൾ എന്താ, ആരാ ഈ റേഡിയോളജിസ്റ്റുകൾ എന്ന് പറഞ്ഞാല്? ഫസ്റ്റ് ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ആരാ റേഡിയോളജിസ്റ്റ് എന്നുള്ളത്. ആരെയാ നമ്മൾ വിളിക്കുക റേഡിയോളജിസ്റ്റുകള്? അവിടെ ചെയ്യുന്ന അല്ലെ ടെക്നീഷ്യൻസ് അല്ലെങ്കിൽ ആ സ്കാൻ വർക്കേഴ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയാം, റേഡിയോളജിസ്റ്റുകൾ അല്ലെ. അപ്പൊ റേഡിയോളജിസ്റ്റുകളുടെ ഓഫീസ് എക്സ്റേ റൂംസ് ആയിട്ട് ഒരു എന്താണ് ക്ലോസ്ലി ലൊക്കേറ്റഡ് ആയിട്ട് അല്ലെ, നല്ല റിലേറ്റഡ് ആയിട്ട് വേണം എന്നാണ് പറയുന്നത്. എന്താണ്, റേഡിയോളജിസ്റ്റുകളുടെ ഓഫീസ് എക്സ്റേ റൂമായിട്ട് ക്ലോസ് റിലേറ്റഡ് ആയിട്ട് വേണം എന്നാണ് പറയുന്നത്. എന്തിനാണ്? ഈ എക്സ്റേ ഒക്കെ എടുക്കുമ്പോൾ നമുക്ക് ഫിലിം ആയിട്ടാണല്ലോ കിട്ടുന്നത്, ഓരോ ഫിലിംസ് ആയിട്ടാണ് നമ്മൾക്ക് കിട്ടുന്നത്. അത് ചാർട്ട് ചെയ്യുന്നതിനും കാണുന്നതിനും വേണ്ടി വ്യൂ ചെയ്യുന്നതിനും ചാർട്ടിങ് ചെയ്യുന്നതിനും വേണ്ടിയിട്ടാണ് ഇങ്ങനെ റേഡിയോളജിസ്റ്റുകളുടെ ഓഫീസും എക്സ്റേ റൂംസും ക്ലോസ് റിലേറ്റഡ് ആയിട്ട് വേണമെന്ന് പറയുന്നത്. അപ്പൊ ഏതൊക്കെ ഏരിയാസുകളാണ് അവിടെ ഉള്ളത്? ഏതൊക്കെയാണ്? രജിസ്ട്രേഷൻ ഏരിയ ആൻഡ് എന്തുണ്ട്, റിസപ്ഷൻ അല്ലെ, റിസപ്ഷൻ കൺട്രോൾ ഉണ്ട്. പിന്നെ എന്തുണ്ടാവും, പേഷ്യൻസിന് വെയിറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു റൂം ഉണ്ടാവും. ക്ലർക്ക് ഏരിയ അല്ലെങ്കിൽ ഒരു സെക്രട്ടറി ഏരിയാസ് എന്ത് ചെയ്യുന്നതിന്, കളക്ട് ചെയ്യുന്നതിനും പിന്നെ സെപ്പറേറ്റ് റിപ്പോർട്ടുകൾ സെപ്പറേറ്റ് ചെയ്യുന്നതിനും വേണ്ടിയിട്ട് ക്ലർക്ക് ഏരിയ അല്ലെങ്കിൽ സെക്രട്ടറി ഏരിയാസ് ഉണ്ടാവും. പിന്നെന്താ പറഞ്ഞത്, റേഡിയോളജിസ്റ്റുകളുടെ ഓഫീസ് എക്സ്റേ റൂംസ് ആയിട്ട് ക്ലോസ്ലി റിലേറ്റഡ് ആയിട്ടിരിക്കണം. എന്തിനു വേണ്ടിയിട്ടാണ്? ഈ ഫിലിംസ് ഒക്കെ കിട്ടുമ്പോ അല്ലെ, അതിന്റെ ഇമേജുകൾ കിട്ടുമ്പോ അത് വ്യൂ ചെയ്യുന്നതിനും ചാർട്ട് ചെയ്ത് വെക്കുന്നതിനും അങ്ങനെ റിപ്പോർട്ടൊക്കെ തയ്യാറാക്കുമല്ലോ അവര്. ഇന്നതാണ് രോഗം, കയ്യിൽ ചതവുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് റിപ്പോർട്ട് ഇതിൽ എഴുതി വെക്കും. അതിന്റെ കവറിൽ വെക്കാറുണ്ട്, കണ്ടിട്ടുണ്ടോ ആരെങ്കിലും? അപ്പോ അങ്ങനെ ചാർട്ട് ചെയ്ത് വെക്കുന്നതിനൊക്കെ വേണ്ടിയിട്ടാണ് ക്ലോസ്ലി റിലേറ്റഡ് ആയിട്ട് ഇരിക്കുന്നത് വേണമെന്ന് പറയുന്നത്. ഓക്കെ ആണോ? മനസ്സിലായോ? ഫിസിക്കൽ ഫെസിലിറ്റീസ് ആൻഡ് സ്പേസ് നെസസിറ്റീസ്. ഓക്കെ, ഒന്ന് വായിച്ചു നോക്കിയേ. ക്ലിയർ അല്ലേ? ഡൗട്ടുകൾ എന്തെങ്കിലും ഉണ്ടോ? വായിച്ചു നോക്കിയോ? ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക് എടുക്കട്ടെ മിസ്. റേഡിയേഷൻ റിസ്ക് അല്ലെ. അപ്പോ ഈ റേഡിയേഷൻ ചെയ്യുമ്പോൾ പലതരത്തിലുള്ള ഇഫക്റ്റുകള്
നമ്മൾക്ക് ഉണ്ടാവും അല്ലെ, അല്ലെങ്കിൽ റിസ്കുകൾ ഉണ്ടാവും. അപകട സാധ്യത, അതാണ് റേഡിയേഷൻ റിസ്ക് അല്ലെ. റിസ്ക് എന്ന് പറഞ്ഞാല് അപകട സാധ്യത. അവിടെ വർക്ക് ചെയ്യുന്ന ടെക്നീഷ്യൻസിനും അല്ലെങ്കിൽ വർക്കേഴ്സിനും ഉണ്ടാവും, അതുപോലെ തന്നെ പേഷ്യൻസിനും ഈ റേഡിയേഷൻ ചെയ്യുമ്പോൾ അവരുടെ ഹെൽത്ത് പ്രോബ്ലംസും ഉണ്ടാവും. അവിടെ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കും ഉണ്ടാവും, പേഷ്യൻസിനും ഹെൽത്ത് പ്രോബ്ലംസ് ഉണ്ടാവും. അതിനെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. 2 തരത്തിലുള്ള ഇഫക്റ്റുകളാണ് കൊടുത്തിരിക്കുന്നത്. ഏതൊക്കെയാണ്? സിവിയർ ഇഫക്റ്റ് ആൻഡ് ക്രോണിക് ഇഫക്റ്റ്. ഇമ്പോർട്ടന്റ് ആണ്, നല്ലോണം പഠിക്കണം, എക്സാമിന് ചോദിക്കും. അപ്പോ എന്താണ്? റേഡിയേഷൻ റിസ്ക് ആണ്. 2 തരത്തിലുള്ള ഇഫക്റ്റുകളെ കുറിച്ചാണ് അതിനകത്ത് പറയുന്നത്. സിവിയർ ആൻഡ് ക്രോണിക് ഇഫക്റ്റ്. ഫസ്റ്റ് വൺ ഈസ് സിവിയർ ഇഫക്റ്റ്. ഹെവി ഡോസ് ഇൻ ഷോർട്ട് സ്ട്രെച്ച് ഓഫ് ടൈം. എന്താണ് പറയുന്നത്? സിവിയർ ഇഫക്റ്റിൽ എങ്ങനെയാണ് ഡോസ് കൊടുക്കുന്നത്? ഹെവി ഡോസ് ആയിരിക്കും അല്ലെ, കൂടിയ തരത്തിലുള്ള ഡോസ് ആയിരിക്കും അവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. പക്ഷെ എന്താണ് ഇഫക്റ്റുകള്? രോഗികൾക്ക് വരുന്ന ഇഫക്റ്റുകൾ എന്തായിരിക്കും? ഷോർട്ട് ടൈം ഇഫക്റ്റുകൾ ആയിരിക്കും വരുന്നത്. ഓക്കെ, മനസ്സിലായോ? അത് ഹെവി ഡോസ് ആയിരിക്കും അവിടെ പ്രൊവൈഡ് ചെയ്യുന്നത് അല്ലെ. റേഡിയേഷൻ വഴി ഹെവി ഡോസ് ആയിരിക്കും രോഗികൾക്ക് കൊടുക്കുന്നത്. പിന്നെ എന്താണ്? ഷോർട്ട് ടൈം റിസ്കുകളായിരിക്കും അല്ലെങ്കിൽ ഷോർട്ട് ടൈം ഇഫക്റ്റുകളായിരിക്കും രോഗികൾക്ക് ഉണ്ടാവുന്നത്. ഏതൊക്കെയാണെന്ന് നോക്കാം. സെറിബ്രൽ. ഫസ്റ്റ് വൺ ഈസ് സെറിബ്രൽ. എന്താണ് സെറിബ്രൽ? ഏതുമായിട്ട് ബന്ധപ്പെട്ടതാണ് സെറിബ്രൽ? കറക്റ്റ്, ബ്രെയിൻ അല്ലെ. അപ്പൊ എന്താണ് സെറിബ്രൽ എന്ന് പറഞ്ഞാല്? തലയുമായി ബന്ധപ്പെട്ടതാണ്. ഈ തലയുമായി ബന്ധപ്പെട്ട ഇഫക്റ്റുകളെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. കൺവൽഷൻസ്. എന്താണത്? വിറയൽ. കൺവൽഷൻസ് എന്ന് പറഞ്ഞാല് വിറയൽ. വിറയൽ, ഞെരുക്കം. ചില രോഗികൾക്ക് ഇപ്പോ റേഡിയേഷൻ ഒക്കെ ചെയ്യുമ്പോൾ അതിന്റെ സൗണ്ടും MRIക്കൊക്കെ ഭയങ്കര സൗണ്ട് ആയിരിക്കും അല്ലെ. അപ്പൊ എന്താണ്? ചിലര് പേടിച്ചിട്ടൊക്കെ വിറയല്, കൈവിറയല്, തലവേദന അതൊക്കെ വരാറുണ്ട്. അപ്പൊ അതിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, അപ്പൊ സിവിയർ ഇഫക്റ്റില് ഫസ്റ്റ് വണ്ണാണ് സെറിബ്രൽ. തലയുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഈ സെറിബ്രൽ എന്ന് പറഞ്ഞാല്. അപ്പോ ഫസ്റ്റ് വൺ, അതിലെ ഫസ്റ്റ് വണ്ണാണ് കൺവൽഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? വിറയല്, ഞെരുക്കം ഒക്കെ ഉണ്ടാവാം. പിന്നെന്താ? ഒബ്സ്ക്യൂറിംഗ് ഓഫ് വിഷൻ. എന്താണ് പറഞ്ഞത്? ഒബ്സ്ക്യൂറിംഗ് ഓഫ് വിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? കാഴ്ച മങ്ങൽ. ഓക്കെ, വിഷൻ മറയുന്നു, കാഴ്ച മറയുന്നു അല്ലെങ്കിൽ കാഴ്ച മങ്ങുന്നു. കാഴ്ച മങ്ങുന്നു. അറിയാത്തവര് നോട്ട് ചെയ്ത് വെക്കണേ. പിന്നെന്താ? ഹെഡ് ഏക്ക്, തലവേദന വരും. ഓക്കെ, അപ്പൊ തലയുമായി ബന്ധപ്പെട്ടത് 3 എണ്ണമാണ്. കൺവൽഷൻസ്, ഒബ്സ്ക്യൂറിംഗ് ഓഫ് വിഷൻസ് അല്ലെ, കാഴ്ച മറയല്, അതുപോലെ എന്താണ്? ഹെഡ് ഏക്ക് ഉണ്ടാകുന്നു, തലവേദന ഉണ്ടാകുന്നു. ഇനി എന്താണ്? ഗ്യാസ്ട്രിക്. ഗ്യാസ്ട്രിക് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? സ്റ്റൊമക്കുമായി ബന്ധപ്പെട്ടത് അല്ലെ. സ്റ്റൊമക്കുമായി ബന്ധപ്പെട്ടത്. അതില് ഫസ്റ്റ് വണ്ണാണ് നോസിയ. നോസിയ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓക്കാനം. ഓക്കാനം. നോസിയ മീൻസ് ഓക്കാനം. പിന്നെന്താണ്? വൊമിറ്റിംഗ് അറിയാലോ, ഛർദി. ലോക്കലൈസ്ഡ് പെയിൻ ഇൻ അബ്ഡോമൻ. എന്താണ് അബ്ഡോമൻ? അബ്ഡോമൻ എന്താ മീനിങ്? അടിവയർ. അടിവയറ്റിൽ ഏതെങ്കിലും ഭാഗത്ത് വേദന അനുഭവപ്പെടുന്നു. അപ്പൊ ഗ്യാസ്ട്രിക്കുമായി ബന്ധപ്പെട്ട ഇഫക്റ്റുകളാണെങ്കിൽ നോസിയ, വൊമിറ്റിംഗ്. നോസിയ എന്ന് പറഞ്ഞാല് ഓക്കാനം, പിന്നെ വൊമിറ്റിംഗ് ഛർദി, പിന്നെ അബ്ഡോമൻ അല്ലെ. അപ്പൊ അടിവയറ്റിൽ എവിടെയെങ്കിലും അടിവയറിലെ ഏതെങ്കിലും ഭാഗത്തുണ്ടാകുന്ന വേദന. ഇനി ബ്ലഡിൽ എന്താണ് നോക്കാം. അനീമിയ. എന്താണ് അനീമിയ? അനീമിയ ബ്ലഡ് കുറയുക അല്ലെ, വിളർച്ച. ബ്ലഡ് കുറയുമ്പോ എന്തായിരിക്കും സംഭവിക്കുക? വിളർച്ച ഉണ്ടാകും, വിളർച്ച. ഇനി മാരോ ഡിപ്രഷൻ.
ബ്ലഡ് ബാങ്ക് പഠിച്ചവരല്ലേ, നിങ്ങൾക്ക് അറിയാൻ പറ്റുമല്ലോ മാരോ ഡിപ്രഷൻ. എന്താണ് മാരോ? ബോൺ മാരോ എന്ന് പറഞ്ഞാൽ എന്താണ്? ബോൺസിന്റെ സോഫ്റ്റ് ടിഷ്യൂസ് അല്ലെ. ഈ ടിഷ്യൂവിന്റെ പ്രവർത്തനം എന്ത് ചെയ്യുന്നു? ഡൗൺ ആകുന്നു. ഡിപ്രഷൻ എന്ന് പറഞ്ഞാല് താഴേക്ക് പോകുന്നു അല്ലെ. അപ്പോ ബോണിന്റെ സോഫ്റ്റ് ടിഷ്യൂസിന്റെ പ്രവർത്തനം ഡൗൺ ആകുന്ന അവസ്ഥയാണ് മാരോ ഡിപ്രഷൻ. പ്രവർത്തനം താഴ്ന്നു പോവുക. എന്തൊക്കെയാണ് പറഞ്ഞത്? സിവിയർ ഇഫക്റ്റിൽ നമ്മൾ എന്തൊക്കെയാണ് പറഞ്ഞത്? ഹെവി ഡോസ് ആണ് അല്ലെ പ്രൊവൈഡ് ചെയ്യുന്നത്. ഷോർട്ട് ടേം ഇഫക്റ്റുകളായിരിക്കും അവിടെ രോഗികൾക്ക് ഉണ്ടാവുന്നത്. ഏതൊക്കെയാണ്? സെറിബ്രലില് കൺവൾഷൻസ്, പിന്നെന്താണ്? മങ്ങിയ കാഴ്ച ഉണ്ടാകുന്നു, പിന്നെന്താണ്? ഹെഡേക്ക്. ഗ്യാസ്ട്രിക് എന്ന് പറഞ്ഞാൽ എന്താണ്? വയറിന്റെ ഭാഗത്ത് ഉണ്ടാവണം, അല്ലെങ്കിൽ വയറ്റുമായി ബന്ധപ്പെട്ട, വയറുമായിട്ട് ബന്ധപ്പെട്ട. നോസിയ എന്താണ്? നോസിയ എന്ന് പറഞ്ഞാൽ ഓക്കാനം, ഛർദി, അതുപോലെ അബ്ഡോമൻ അല്ലെ, അബ്ഡോമന്റെ ഭാഗത്ത് അടിവയറിൽ ഉണ്ടാകുന്ന വേദന. പിന്നെന്താണ്? ബ്ലഡിൽ അല്ലെ, ബ്ലഡിൽ വിളർച്ച, അനീമിയ ഉണ്ടാകുന്നു. പിന്നെന്താണ്? സോഫ്റ്റ് ടിഷ്യൂസ് അല്ലെ, ബോൺ മാരോന്റെ സോഫ്റ്റ് ടിഷ്യൂസിൽ ഉണ്ടാകുന്ന പ്രവർത്തനം ഉണ്ടാകുന്നു. ഓക്കെ, മനസ്സിലാക്കി വെച്ചാൽ മതി കേട്ടോ. അടുത്ത ഇഫക്റ്റിനെ കുറിച്ച് പറയട്ടെ. ക്രോണിക് ഇഫക്റ്റ്. ക്രോണിക് ഇഫക്റ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? അപ്പൊ സിവിയർ ഇഫക്റ്റിന്റെ ഓപ്പോസിറ്റ് അല്ലെ. എന്താണ്? കുറച്ച് അവിടെ സിവിയർ ഇഫക്റ്റിൽ എന്താണ്? ഹെവി ഡോസ് അല്ലെ കൊടുക്കുന്നത്. അപ്പൊ ഇവിടെ എന്തായിരിക്കും? ലോ ഡോസ് ആയിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത്. ചെറിയ രീതിയിലുള്ള ഡോസ് ആയിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത്. പക്ഷെ ഇഫക്റ്റ് എന്തായിരിക്കും? ലോങ് ടേം, കണ്ടിന്യൂസ് ആൻഡ് കോൺസ്റ്റന്റ് ആയിരിക്കും അല്ലെ. ലോങ് ടേം ആയിരിക്കും ഇഫക്റ്റുകൾ വരുന്നത്. ഏതൊക്കെയാണ്? സ്കിന്നില് ഏതൊക്കെ ഇഫക്റ്റുകളാണ് ഉണ്ടാവുന്നത്? സ്കിന്നില് ഹെയർ ലോസ് അല്ലേ. എന്താണ് ഈ ക്രോണിക് ഇഫക്റ്റ് എന്ന് പറഞ്ഞാലും അവിടെ പ്രവർത്തിക്കുന്ന ആൾക്കാർക്കും റേഡിയേഷൻ ഡിപ്പാർട്ട്മെന്റിലും പേഷ്യൻസിനും സംഭവിക്കും. ഓക്കെ, അത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, റേഡിയേഷൻ റിസ്കിൽ എടുത്തപ്പോ ഞാൻ പറഞ്ഞില്ലേ, അവിടെ ഈ രണ്ട് ഇഫക്റ്റുകളും റേഡിയേഷൻ ചെയ്യുമ്പോ ആ പേഷ്യൻസിനും അതുപോലെ തന്നെ അവിടെയുള്ള ആളുകൾക്കും, അവിടെ വർക്ക് ചെയ്യുന്ന ആളുകൾക്കും സംഭവിക്കുന്ന ഇഫക്റ്റുകളാണ്. ഓക്കെ, ഇനി ക്രോണിക്കിൽ വരുന്നത് ഏതൊക്കെയാണ്? സ്കിന്നിൽ എന്തൊക്കെ വരും? ഹെയർ ലോസ് ഉണ്ടാവുന്നു അല്ലെ. അതുപോലെ ബ്രിറ്റിൽ നെയിൽസ്, എന്താണത്? നഖം പൊട്ടിപ്പോകുന്ന അവസ്ഥകൾ അല്ലെ. നഖം ഇങ്ങനെ പൊട്ടിപ്പോണ രോഗം വരാം. നഖം പൊട്ടിപ്പോണ അവസ്ഥകൾ ഉണ്ടാവും. ഓക്കെ, ഇനി ബ്ലഡിൽ എന്താണ്? അനീമിയ നമ്മൾ നേരത്തെ പറഞ്ഞു. ലുക്കീമിയ എന്താണ്? ലുക്കീമിയ ക്യാൻസർ അല്ലെ. രക്താർബുദം. അപ്പോ സ്കിന്നിൽ എന്താണ്? ഹെയർ ലോസ് ഉണ്ടാവുന്നു. അതുപോലെ ബ്രിട്ടിൽ നെയിൽസ്, നഖം പൊട്ടിപ്പോകുന്ന അവസ്ഥകൾ ഉണ്ടാകുന്നു. ബ്ലഡിൽ എന്താണ്? വിളർച്ച ഉണ്ടാവുന്നു. അതുപോലെ രക്താർബുദം വരെ സംഭവിക്കാം. ഇനി എന്താണ്? ഐയിൽ എന്തായിരിക്കും? ഐയില് കാറ്ററാക്ട് എന്താ? തിമിരം അല്ലെ. ഐയില് തിമിരം, കണ്ണിന് തിമിരം സംഭവിക്കാം. അതുപോലെ എന്താണ്? അതേഴ്സിൽ വന്നത് സ്റ്റെറിലിറ്റി. എന്താ സ്റ്റെറിലിറ്റി? വന്ധ്യത. വന്ധ്യത. ഒബിസിറ്റിയോ? ഒബിസിറ്റി അറിയാലോ അവർക്ക്. അമിതവണ്ണം, പൊണ്ണത്തടി. ഒബിസിറ്റി എന്ന് പറഞ്ഞാല് പൊണ്ണത്തടി, അമിതവണ്ണം. സ്റ്റെറിലിറ്റി, വന്ധ്യത. ക്യാൻസർ പിന്നെ അറിയാലോ എല്ലാവർക്കും. ഓക്കെ, റേഡിയേഷൻ റിസ്ക് അല്ലെ. റേഡിയേഷൻ റിസ്കുകളെ കുറിച്ചാണ് നമ്മൾ പഠിച്ചത്. അവിടെ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കും പേഷ്യൻസിനും സംഭവിക്കുന്ന ഇഫക്റ്റുകളാണ് നമ്മൾ പഠിച്ചത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് എന്താണ്? സിവിയർ ഇഫക്റ്റും. സെക്കൻഡ് വൺ ഈസ് ക്രോണിക് ഇഫക്റ്റും. ഫസ്റ്റ് വൺ സിവിയർ ഇഫക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹെവി ഡോസ് ആണ് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇഫക്റ്റ് എന്തായിരിക്കും? ഷോർട്ട് ടൈമിലായിരിക്കും അല്ലെ. ഷോർട്ട് ടൈം ഇഫക്റ്റുകളായിരിക്കും അവിടെ ഉണ്ടാകുന്നത്. സെറിബ്രല്, ഗ്യാസ്ട്രിക് ആൻഡ് ബ്ലഡിലാണ് ഈ ഇഫക്റ്റുകൾ സംഭവിക്കുന്നത്. തലയ്ക്ക് എന്താണ് സംഭവിക്കുന്നത്? തലയുമായി ബന്ധപ്പെട്ട് എന്തൊക്കെയാണ് സംഭവിക്കുന്നത്?
കാഴ്ചമങ്ങല്, ഹെഡേക്ക്, അതുപോലെ ഞെരുക്കം അല്ലെങ്കിൽ വിറയൽ ഉണ്ടാകുന്നു. പിന്നെ എന്താണ് ഗ്യാസ്ട്രിക് അല്ലെ, വയറ് സംബന്ധമായ എന്താണ് നോസിയ എന്ന് പറഞ്ഞാൽ എന്താണ് ഓക്കാനം വരാം, വോമിറ്റിംഗ് അറിയാം, അതുപോലെ തന്നെ എന്താണ് അടിവയറ്റിൽ അല്ലെ, അടിവയറ്റിലുണ്ടാവുന്ന വേദന. പിന്നെന്താണ് ബ്ലഡിൽ വിളർച്ച ഉണ്ടാവും. പിന്നെന്താണ് ബോൺ മാരോസിൽ ഉണ്ടാവുന്ന ആ സോഫ്റ്റ് ടിഷ്യൂസിൽ ഉണ്ടാകുന്ന ഡൗൺ, അതിന്റെ പ്രവർത്തനം ഡൗൺ ആയി പോവുക, ഡിപ്രഷൻ ആവുക, ഇങ്ങനെ കുറഞ്ഞു വരാന്നാണ് കേട്ടോ ഡിപ്രഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇനി ക്രോണിക് ഇഫക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ഇഫക്റ്റ് എന്തായിരിക്കും, കോൺസ്റ്റന്റ് ആൻഡ് കണ്ടിന്യൂസ് ആയിരിക്കും, ലോങ് ടേമിലായിരിക്കും. അതുപോലെ എന്താണ് ഹെവി ഡോസ് ആണ് കൊടുക്കുന്നത്. ക്രോണിക്കിൽ എന്ത് ഡോസാ കൊടുക്കാം, എന്ത് ഡോസ് ആയിരിക്കും കൊടുക്കുന്നത്, ലോ ഡോസ് അല്ലേ, ഓക്കെ, ലോ ആയിരിക്കും കൊടുക്കുന്നത്. ഇനി സ്കിന്നിലൊക്കെ എന്ത് ഇഫക്റ്റ് ആണ് വരാ, സ്കിന്നിൽ വരുന്നുണ്ട്, ബ്ലഡിൽ വരുന്നുണ്ട്, അല്ലില് വരുന്നുണ്ട്, അതേഴ്സ്. ഇപ്പൊ സ്കിന്നിൽ വരുന്ന എഫക്റ്റുകൾ ഏതൊക്കെയാണ്, ഹെയർ ലോസ് ആൻഡ് ബ്രിട്ടിൽ നെയിൽസ്, നഖം പൊട്ടിപ്പോകുന്ന അവസ്ഥകള്. പിന്നെന്താ ബ്ലഡില് അനീമിയ ആൻഡ് ലുക്കീമിയ, രക്താർബുദം വരുന്നു. പിന്നെ കണ്ണില് തിമിരം സംഭവിക്കുന്നു. പിന്നെന്താണ് അവന്ധ്യത, അതുപോലെ അമിത വണ്ണം വരാം, അല്ലെങ്കിൽ വണ്ണത്തടി വരാം, പിന്നെ ക്യാൻസർ സംഭവിക്കാം. ഓക്കെ ആണോ? ഇത്ര വരെ എടുത്തത് മനസ്സിലായോ? ക്ലിയർ അല്ലേ? നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം കേട്ടോ. ഇനി ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ? ക്ലിയർ അല്ലേ മക്കളെ? എന്തെങ്കിലും പറയണോ? ഡൗട്ട് എന്തെങ്കിലും? ഓക്കെ, താങ്ക് യു. ഡൗട്ട് എന്തെങ്കിലും ചോദിക്കാം കേട്ടോ. ഓക്കെ, ഡൗട്ട് ഒന്നുമില്ല അവർക്ക്. താങ്ക് യു. പഠിച്ചിട്ട് വേണം അടുത്ത ക്ലാസ്സിൽ വരുമ്പോ.